ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2024 ഡിപ്ലോമ എക്സാമിനേഷനിൽ മൊഡ്യൂൾ 1 നിന്നും 3 നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർട്ട് എയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, SHM may be considered as the projection of dash on the diameter of the circle. നമ്മുടെ നോട്ടിൽ ഇങ്ങനെ എന്നുള്ള ടോപ്പിക് ഉണ്ടല്ലേ, പ്രൊജക്ഷൻ ഓഫ് എ യൂണിഫോം സർക്കുലർ മോഷൻ എലോങ് എ ഡയമീറ്റർ. ഇവിടെ SHM എന്താ, സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ. അതിനെ കൺസിഡർ ചെയ്യണത് പ്രൊജക്ഷൻ ഓഫ് ഡാഷ് ഓൺ ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിളാണ്. ആൻസർ വരുന്നത് യൂണിഫോം സർക്കുലർ മോഷനാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സോണാർ സ്റ്റാൻഡ്സ് ഫോർ. ഒരുപാട് തവണ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് സോണാർ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സോണാർ സ്റ്റാൻഡ്സ് ഫോർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഓർത്ത് വയ്ക്കുക കേട്ടോ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഓംസ് ലോ. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് ഐയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞു നോക്കല്ലേ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഓർത്ത് വയ്ക്കുക കേട്ടോ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കറണ്ട് ഐയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടുമല്ലോ, V = I × R. V = I × R. ഇവിടുന്ന് ഐക്ക് ഒരു ഇക്വേഷൻ എടുത്തുകൂടെ, I = V / R. I = V / R. അപ്പോൾ ഓർത്ത് വയ്ക്കുക കേട്ടോ, ഓംസ് ലോ എന്താ, അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഒരു സർക്യൂട്ടിലൂടെയുള്ള കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദ ഫോളോയിങ് കളർ ബാൻഡ്സ് ഓഫ് റെസിസ്റ്റൻസ് വിച്ച് കളർ റെപ്രസെൻറ്റ്സ് ദ ടോളറൻസ് വാല്യൂ. നമ്മൾ തന്നിട്ടുള്ള കളേഴ്സ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ ഏത് കളറാണ് ടോളറൻസ് റെപ്രസെൻറ്റ് ചെയ്യണത്. ഗോൾഡാണ് കേട്ടോ. 4 ക്വസ്റ്റ്യനാണ് ഈ 1, 3 മൊഡ്യൂളിൽ നിന്ന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. പാർട്ട് എ ഭാഗത്തു നിന്ന് നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലാർ ഡയറക്ഷൻ ആണെങ്കിൽ, റൈറ്റ് ആംഗിൾ ആയിട്ടാണെങ്കിൽ, അത്തരത്തിലുള്ള വേവിന്, ഒരു വേവിൻ്റെ പ്രൊപ്പഗേഷനോട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യണതെങ്കിൽ അത്തരത്തിലുള്ള വേവിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കും. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക? പാരലായിട്ടാണ്. ഇപ്പോൾ ഒരു പോയിൻ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലാർ ഡയറക്ഷൻ ആണെങ്കിൽ അത് ട്രാൻസ്വേഴ്സ് വേവും, പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലൽ ഡയറക്ഷനിലാണെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവുമാണ്. ഇനി ട്രാൻസ്വേഴ്സ് വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമില്ല. ട്രാൻസ്വേഴ്സ് വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്താവശ്യമില്ല? ഒരു മീഡിയത്തിൻ്റെ ഹെൽപ്പ് ആവശ്യമില്ല. പക്ഷേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്താവശ്യമാണ്? ഒരു മീഡിയം ആവശ്യമാണ്. ഞാനിപ്പോൾ 2 പോയിൻ്റ് അല്ലേ പറഞ്ഞത്. ആദ്യത്തെ പോയിൻ്റ് എന്താ, ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക പെർപെൻഡിക്കുലാർ ഡയറക്ഷനിലാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക പാരലൽ ഡയറക്ഷനിലാണ്. ട്രാൻസ്വേഴ്സ് വേവിന് ട്രാവൽ ചെയ്യാൻ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ഹെൽപ്പ് ആവശ്യമില്ല. പക്ഷേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ട്രാവൽ ചെയ്യാൻ എന്തിൻ്റെ ഹെൽപ്പ് ആവശ്യമാണ്? ഒരു മീഡിയം ആവശ്യമാണ്. ഇനി നമ്മളിങ്ങനെയാണ് ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇങ്ങനെയല്ലേ ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിനെ നമ്മൾ ക്രസ്റ്റ് എന്നും ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ട്രഫ് എന്നും പറയും. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ എന്തൊക്കെയുണ്ട്? ട്രഫും ഉണ്ടാവും, ക്രസ്റ്റും ഉണ്ടാവും. ഒരു ട്രാൻസ്വേഴ്സ് വേവ് കൺസിസ്റ്റ് ഓഫ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ ക്രസ്റ്റും ഉണ്ടാവും, ട്രഫും ഉണ്ടാവും. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? കുറച്ച് ഭാഗം ഇങ്ങനെ അടുത്തടുത്ത് വരയ്ക്കും, കുറച്ച് ഭാഗം അകത്തി വരയ്ക്കും, വീണ്ടും കുറച്ച് ഭാഗം അടുത്തടുത്ത് വരയ്ക്കും അല്ലേ. ഈ അടുത്തടുത്ത് വരയ്ക്കുന്ന ഭാഗത്തെ നമ്മൾ കംപ്രഷൻസ് എന്നും അകത്തി വരയ്ക്കുന്ന ഭാഗത്തെ റെയർ ഫ്രാക്ഷൻ എന്നാണ് പറയും. കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും ഇവിടെ പറയട്ടെ ഞാൻ. ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുക പാരലൽ ഡയറക്ഷനിലാണ്. ട്രാൻസ്വേഴ്സ് വേവിൽ ക്രസ്റ്റും ട്രഫും ഉണ്ടാവും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ കംപ്രഷൻസും റെയർ ഫ്രാക്ഷൻസും ഉണ്ടാവും. ട്രാൻസ്വേഴ്സ് വേവിന് ട്രാവൽ ചെയ്യാൻ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമില്ല. പക്ഷേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ട്രാവൽ ചെയ്യാൻ, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്.
ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സജസ്റ്റ് എനി 3 മെത്തേഡ്സ് ടു കൺട്രോൾ റിവർബറേഷൻ ടൈം. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. റിവർബറേഷൻ ടൈം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ബൈ പ്രൊവൈഡിങ് എ ഫ്യൂ ഓപ്പൺ വിൻഡോസ്. ജനലുകളും വാതിലുകളൊക്കെ നമുക്ക് തുറന്നു വയ്ക്കാം. പിന്നെന്ത് ചെയ്യാം? നമുക്ക് നല്ല അബ്സോർബൻ മെറ്റീരിയൽസ് ആയിട്ടുള്ള നല്ല ഹെവി കർട്ടൻസും കാർപ്പറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഹെവി കർട്ടൻസും കാർപ്പറ്റും ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ പ്രൊവൈഡിങ് റഫ് വാൾസ് ആൻഡ് സീലിംഗ്. വാൾസും സീലിംഗും ഒക്കെ പരുക്കനാക്കി കൊടുക്കാം അല്ലേ, റഫാക്കി കൊടുക്കാം. കുഷ്യൻഡ് സീറ്റിനൊക്കെ കുഷ്യൻസ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിച്ചത് റിവർബറേഷൻ ടൈം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ് എഴുതേണ്ടത്? ജനലുകളും വാതിലുകളൊക്കെ തുറന്ന് വയ്ക്കാം, ഹെവി കർട്ടൻസും കാർപ്പറ്റ്സൊക്കെ യൂസ് ചെയ്യാം, കുഷ്യൻഡ് സീറ്റ് യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? റഫ് വാൾസ് ആൻഡ് സീലിങ്സ് പ്രൊവൈഡ് ചെയ്യാം അല്ലേ, ചുമരുകളും സീലിംഗും ഒക്കെ പരുക്കനാക്കി കൊടുക്കാം. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, സ്റ്റേറ്റ് കൂളോംസ് ലോ, റൈറ്റ് ഇറ്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാട്ടോ, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൂളോംസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ചാർജ് Q1ഉം Q2. രണ്ട് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്തു, Q1 Q2. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ R എന്ന് റെപ്രസെൻ്റ് ചെയ്തു. രണ്ട് ചാർജ് Q1 Q2 അവരുടെ തമ്മിലുള്ള സെപ്പറേഷൻ, ആ ഡിസ്റ്റൻസ് R ആണ്. ഇനി എന്താ കൂളോംസ് ലോ പറയണേ? ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഈ രണ്ട് ചാർജിൻ്റെ പ്രൊഡക്റ്റിനോട്, ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ F അല്ലേ, ഈ രണ്ട് ചാർജിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും ഈ രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആയിരിക്കും. F പ്രപ്പോർഷണൽ ടു Q1 Q2 ആണ്, F ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു R² ആണ്. എന്താ പറഞ്ഞാൽ? രണ്ട് ചാർജുകൾ Q1 Q2 തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. ഇനി ഈ രണ്ട് ചാർജുകളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ്. എന്തിനോട്? ഈ രണ്ട് ചാർജിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനായിട്ട് നമ്മൾ എഴുതുന്നത് F is equal to 1/4πε0 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതാണ് എൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കേട്ടോ. കൂളോംസ് ലോൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. എന്താണ് കൂളോംസ് ലോ? രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഈ രണ്ട് ചാർജിൻ്റെ പ്രൊഡക്റ്റിനോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലും രണ്ട് ചാർജും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലും ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒന്നുകൂടി നന്നായിട്ട് വായിച്ചു നോക്കാം. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. രണ്ട് നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള. ഫാരഡേയുടെ ഫസ്റ്റ് ലോയും ഫാരഡേയുടെ സെക്കൻഡ് ലോയും. ഫസ്റ്റ് ലോ വരുന്നത്, first law states that whenever magnetic flux associated with the circuit changes, an EMF is induced in the circuit. ഒരു സർക്യൂട്ട്, ആ സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയണേ? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയണേ. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ഇൻഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. ഒരു സർക്യൂട്ടിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ, ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയാണ് ചെയ്യണത്. ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഫാരഡേയുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലോ എന്താ? ഫാരഡേയുടെ സെക്കൻഡ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു EMF ഇൻഡ്യൂസ് ആവും, ആ EMFനെ നമുക്ക് E എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. എന്നിട്ട് പറയണത് എന്താ? ഈ EMF ഈക്വൽ ടു എന്തിനോടാ ഈക്വൽ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ dφ/dt, ഈക്വൽ ടു dφ/dt ആണ്. ഒന്നുകൂടെ പറയട്ടെ. ഫാരഡേയുടെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട്, ആ സർക്യൂട്ടിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇൻഡ്യൂസ് ചെയ്യും? EMF ഇൻഡ്യൂസ് ചെയ്യും. ഇനി ഫാരഡേയുടെ സെക്കൻഡ് ലോ, ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMF അഥവാ ഈ EMF റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ഈക്വലാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ dφ/dtക്ക് ഈക്വലാണ്. കേട്ടോ ഫാരഡേയുടെ ഫസ്റ്റും സെക്കൻഡും ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ
ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്റ്റിംഗ് വയർ. 3 ഫാക്ടറാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ ആദ്യത്തത് ലെങ്ത്താണ്. ലെങ്ത് ഓഫ് ദ വയറാണ് കേട്ടോ. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ലെങ്ത്താണ്. ഒരു വയർ, ആ വയറിൻ്റെ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ അവിടെ എന്തും കൂടും, റെസിസ്റ്റൻസും കൂടും. അടുത്തത് തിക്നെസ് ഓഫ് ദ വയറാണ്. തിക്നെസ് ഓഫ് ദ വയറും റെസിസ്റ്റൻസും എങ്ങനെയാണ് കണക്ഷൻ നോക്കാം. റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ തിക്നെസ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, കുറയണം. അടുത്തത് ടെമ്പറേച്ചർ. റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കല്ലേ. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഒന്നാമത്തത് ലെങ്ത്ത് കൂടുമ്പോൾ, ഒന്നാമത്തത് ലെങ്ത്ത് കേട്ടോ. ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും എന്ത് ചെയ്യണം, കൂടണം. ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടണം. അടുത്തത് ഏരിയയാണ്. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്താ ചെയ്യേണ്ടത്, കുറയാണ് കേട്ടോ വേണ്ടത്. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയണം. അടുത്തത് ടെമ്പറേച്ചർ കൂടുമ്പോഴും റെസിസ്റ്റൻസ് എന്താ ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടുമ്പോഴും റെസിസ്റ്റൻസ് കൂടണം. ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. റെസിസ്റ്റൻസും ലെങ്ത്തും തമ്മിലുള്ള ബന്ധം എന്താ, ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും, ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. ഇപ്പോൾ ടെമ്പറേച്ചറും ലെങ്ത്തും കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഏരിയ കൂടുമ്പോൾ മാത്രമാണ് എന്ത് കുറയണത്, റെസിസ്റ്റൻസ് കുറയണത്. ഇതാണ് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ കൂളോംസ് ലോ, ഓംസ് ലോ, ഫാരഡേസ് ലോ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. ഇത് നമുക്ക് പാർട്ട് സിയിലേക്ക് വരാം. പാർട്ട് സിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ, വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ആണ്. ഇത് ഇതേപോലെ തന്നെ നമ്മൾ നോട്ടിൽ ഇതുപോലൊരു ഡെറിവേഷനായിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത് ഒമേഗയ്ക്ക് ഒരു ഇക്വേഷൻ എടുക്കുക. ഒമേഗ ഈക്വൽ ടു ഫിഗർ പഠിക്കുക കേട്ടോ. ഒമേഗ ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി ആണ്. ഒമേഗ ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി. ഇവിടെ നിന്ന് എനിക്ക് തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടൂലേ. തീറ്റ ഈക്വൽ ടു ഈ ടീനെ ഇപ്പുറം കൊണ്ടുവന്നാൽ പോരെ, ടി ഇപ്പുറം വരില്ലേ. അപ്പോൾ എന്താ വരിക, ഒമേഗ ഇൻറ്റു ടി. അതവിടെ ഇരിക്കട്ടെ കേട്ടോ. തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി എന്ന് വരും. ഇവിടെ ഈ തീറ്റ മാറിയിട്ട് എന്ത് വരും, തീറ്റ ഈക്വൽ ടു ഇക്വേഷൻ മാറിയിട്ട് എന്ത് വരും, തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി എന്ന് വരും കേട്ടോ. തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി ആണ് വരുന്നത്. തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി എന്ന് വരും. ഇനി നമുക്ക് കോസ് തീറ്റയും സൈൻ തീറ്റയൊക്കെ കണ്ടുപിടിക്കേണ്ട. നമ്മൾ ഈ തീറ്റ കൺസിഡർ ചെയ്യാം. ഈ തീറ്റയിൽ കോസ് തീറ്റ കണ്ടുപിടിക്കണം. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഈ തീറ്റേൻ്റെ അഡ്ജസൻറ്റ് സൈഡ് OM അല്ലേ, ഹൈപ്പോട്ടന്യൂസ് OP അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, OM ഡിവൈഡഡ് ബൈ OP എന്ന് എഴുതാം. ഇവിടുന്ന് എനിക്ക് OM-ന് ഒരു ഇക്വേഷൻ വേണം. അതിന് OP-നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ. അപ്പോൾ OM ഈക്വൽ ടു OP കോസ് തീറ്റ എന്ന് വരും. ഈ OM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് എക്സ് എന്ന് എഴുതിയിട്ടില്ലേ. ഫിഗറിൽ നോക്കുക, OM-ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ OM-ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, എക്സ് എന്ന് കൊടുത്തു. ഇനി OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഈ വര, അതിനല്ലേ നമ്മൾ റേഡിയസ് എന്ന് പറയുക. ഈ സർക്കിളിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ A ആണ്. അപ്പോൾ നമുക്ക് ഈ OM-ൻ്റെ സ്ഥാനത്ത് OP-യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, A എന്ന് കൊടുക്കാം. OP-യുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, A എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, OM-ൻ്റെ സ്ഥാനത്ത് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഒരു OP ഉണ്ട്. ആ OP റേഡിയസ് ആയതുകൊണ്ട് OP-യുടെ സ്ഥാനത്ത് നമ്മൾ A എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഒരു തീറ്റ ഇല്ലേ, തീറ്റ ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി ആണ്. തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി ആണ്. അപ്പോൾ ഈ തീറ്റേൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, ഒമേഗ ടി കൊടുക്കുക. അങ്ങനെയാണ് ഇവിടെ ഈ ഒമേഗ ടി വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ആദ്യം ചെയ്തത്, നമ്മൾ ഈ തീറ്റേനെ കൺസിഡർ ചെയ്തു. ഇവിടെയുള്ള ഈ തീറ്റേനെ കൺസിഡർ ചെയ്തു. അപ്പോൾ നമുക്ക് കോസ് തീറ്റ കിട്ടി, OM ബൈ OP എന്ന് കിട്ടി. എന്നിട്ട് നമ്മൾ OM-ന് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എക്സ് ഇസ് ഈക്വൽ ടു OM-ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു, എക്സ് എന്ന് കൊടുത്തു. OP-യുടെ സ്ഥാനത്ത് നമ്മൾ റേഡിയസ് ആയതുകൊണ്ട് A എന്ന് കൊടുത്തു. തീറ്റയുടെ സ്ഥാനത്ത് നമുക്കിവിടെ കിട്ടും. ഇവിടെ നിന്ന് എന്ത് കിട്ടും, തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി എന്ന് കിട്ടും. ഇവിടെ തീറ്റ ഈക്വൽ ടു ഒമേഗ ബൈ ടി അല്ല, തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി ആണ് കേട്ടോ. അപ്പോൾ തീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി എന്ന് കൊടുക്കും. അങ്ങനെ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു A കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഇതേപോലെ നമുക്ക് y കിട്ടണം. y കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തീറ്റേനെ കൺസിഡർ ചെയ്യാം. സൈൻ തീറ്റയാണ് കൺസിഡർ ചെയ്യണത്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പോൾ ON ഡിവൈഡഡ് ബൈ OP എന്ന് കിട്ടും. ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ, നേരത്തെ നമ്മൾ OM-നാണ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ ON-ന് ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ ON ഈക്വൽ ടു OP സൈൻ തീറ്റ എന്ന് വരും. OP സൈൻ തീറ്റ എന്ന് വരും.
ഇനി നമുക്കറിയാം ഒ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക, വൈ എന്ന് കൊടുക്കുക. ഒ എന്നിൻ്റെ സ്ഥാനത്ത് വൈ എന്ന് കൊടുത്തു. ഒ പി നമ്മൾ നേരത്തെ കൊടുത്തല്ലോ എ ആണെന്ന്, അപ്പോൾ ഒ പിയുടെ സ്ഥാനത്ത് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, സൈൻ തീറ്റ അല്ലേ. തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഒമേഗ ടി എന്ന് കൊടുക്കുക. അപ്പോൾ വൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമുക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷനാണ് വേണ്ടത്. വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെയാണ് വൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിന് ഒരു തവണ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, ഡി വൈ ബൈ ഡി ടി. അപ്പോൾ എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം അല്ലേ. വെലോസിറ്റീൻ്റെ ടൈം, വെലോസിറ്റി എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടെ കിട്ടിയില്ലേ, എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടി. ഇതിന് വീണ്ടും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇനി ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എസ് എച്ച് എം കേട്ടോ. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ ഈക്വൽ ടു 0. അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എസ് എച്ച് എന്ന് ചോദിച്ചാലും ഈ സെയിം ഡെറിവേഷനാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് എ വേവ് ലെങ്ത് ഓഫ് 2 മീറ്റർ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം എഴുതി വെക്കാം. എ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് വേവ് ലെങ്ത് ഓഫ് 2 മീറ്റർ. അപ്പോൾ വേവ് ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട്. എത്ര മീറ്ററാണ്, 2 മീറ്റർ. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, ഫ്രീക്വൻസി എഫ് ആണ് കേട്ടോ കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ദ വെലോസിറ്റി ഓഫ് ദ റേഡിയോ വേവ്, വെലോസിറ്റി തന്നിട്ടില്ലേ, വി തന്നിട്ടുണ്ട്. എത്രയാണ് തന്നത്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫ്രീക്വൻസി അല്ലേ. ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്താ, എഫ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ലാംഡ. എഫ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ലാംഡ. വി തന്നിട്ടില്ലേ 3 × 10⁸. വെലോസിറ്റി തന്നിട്ടില്ലേ, ഡിവൈഡഡ് ബൈ ലാംഡ. വേവ് ലെങ്ത് തന്നിട്ടില്ലേ 2 മീറ്റർ. അപ്പോൾ ഇത് രണ്ടും അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. എസ് എ പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട 3 ഇക്വേഷൻസാണ് ഉള്ളത്. ഒന്ന് എന്താ, എഫ് ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ, പിന്നെ ലാംഡ ഈക്വൽ ടു വി ബൈ എഫ്, പിന്നെ വി ഈക്വൽ ടു എഫ് ലാംഡ, വി ഈക്വൽ ടു എഫ് ലാംഡ. ഈ 3 ഇക്വേഷൻ ഒന്ന് ഓർത്താൽ മതി കേട്ടോ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വേവ് ലെങ്ത് ലാംഡയാണ് കാണാനുള്ളതെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. വെലോസിറ്റി കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലായിരുന്നു വേവ് ലെങ്ത്ത്, വേവ് വെലോസിറ്റി, വേവ് ഫ്രീക്വൻസി, പീരിയഡ്, ബീറ്റ്, ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് വേവ് ലെങ്ത്ത് ലാംഡയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു വേവ് വരച്ചു. ഇങ്ങനൊരു വേവ് വരച്ചാൽ 2 അഡ്ജസൻ്റ് ആയിട്ടുള്ള ക്രസ്റ്റുകൾ തമ്മിലോ അല്ലെങ്കിൽ 2 ട്രഫുകൾ തമ്മിലുള്ള ഈ അകലത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത്ത് ലാംഡ എന്ന് പറയുന്നത് കേട്ടോ. 2 അഡ്ജസൻ്റ് ക്രസ്റ്റ് തമ്മിലോ ട്രഫ് തമ്മിലോ ഉള്ള ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻ്റ് ക്രസ്റ്റ് ഓർ ട്രഫിനെയാണ് നമ്മൾ എന്ത് പറയുക, വേവ് ലെങ്ത്ത് എന്ന് പറയും. അടുത്തത് വേവ് വെലോസിറ്റി. വേവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വേവ്, ആ വേവ് 1 സെക്കൻഡ് സമയം കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തു, ഒരു വേവ് 1 സെക്കൻഡ് സമയം കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തു, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, വേവ് വെലോസിറ്റി എന്ന് പറയുക കേട്ടോ. വേവ് ലെങ്ത്ത് നമ്മൾ പറഞ്ഞു 2 ഉയർച്ചകൾ തമ്മിലോ അല്ലെങ്കിൽ 2 താഴ്ന്ന ഭാഗങ്ങൾ തമ്മിലോ ക്രസ്റ്റ് തമ്മിലോ ട്രഫ് തമ്മിലോ ഉള്ള അകലം. വേവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് സമയം കൊണ്ട് വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് വേവ് വെലോസിറ്റി എന്ന് പറയുക. അടുത്തത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് സമയത്ത് കൊണ്ട് ഉണ്ടായ വൈബ്രേഷൻസിൻ്റെ എണ്ണം. 1 സെക്കൻഡ് സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വൈബ്രേഷൻസിൻ്റെ എണ്ണം. നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിലുള്ള വൈബ്രേഷൻ്റെ എണ്ണം. ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഒരു ഇക്വേഷൻ്റെ എഫ് ഇസ് ഈക്വൽ ടു 1/t ആണ് കേട്ടോ. ഈ ടി ടൈം പീരീഡ് ആണ്. യൂണിറ്റ് വരുന്നത് ഹെഡ്സ് ആണ് കേട്ടോ. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ് സമയം കൊണ്ടുണ്ടായ വൈബ്രേഷൻസിൻ്റെ എണ്ണമാണ് കേട്ടോ. അടുത്തത് പീരിയഡാണ്. പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് വേണ്ടുന്ന സമയം, ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് എന്ത് പറയുക, പീരിയഡ് എന്ന് പറയാം. നമുക്കൊന്നുകൂടി നോക്കാം. വേവ് ലെങ്ത്. ഒരു വേവിൽ 2 ക്രസ്റ്റുകൾ തമ്മിലോ 2 ട്രഫുകൾ തമ്മിലോ ഉള്ള അകലത്തിനെയാണ് വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത്. വേവ് വെലോസിറ്റി. 1 സെക്കൻഡ് സമയം കൊണ്ട് വേവ് സഞ്ചരിച്ച ദൂരം, 1 സെക്കൻഡ് സമയം കൊണ്ട് വേവ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് വെലോസിറ്റി.
ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ്, ഒരു സെക്കൻഡിലുണ്ടായ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ആണ് കേട്ടോ. ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് ഉണ്ടായി. പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് വൈബ്രേഷന് വേണ്ടുന്ന, 1 വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടുന്ന സമയം. ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ ആണ്. അടുത്തത് നമ്മളോട് ബീറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് ബീറ്റ്. ബീറ്റ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് വേരിയേഷൻസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഡ്യൂ ടു ദ സൂപ്പർപൊസിഷൻ ഓഫ് 2 സൗണ്ട് വേവ്സ് ഇൻ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയിൽ ചെറിയ വ്യത്യാസമുള്ള 2 വേവ്സ്, ഈ 2 വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണ്, കൂടിച്ചേരുകയാണ്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ്, ഈ പ്രോസസ്സിനെയാണ് ബീറ്റ് എന്ന് പറയുക കേട്ടോ. പീരിയോഡിക് വേരിയേഷൻസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് കേട്ടോ. സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന പീരിയോഡിക് വേരിയേഷൻസ് എന്ത് കാരണം കൊണ്ട്? ഫ്രീക്വൻസിയിൽ ചെറിയ ഡിഫറൻസ് ഉള്ള 2 വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യണതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ 2 വേവ്സിൻ്റെ സൂപ്പർ പൊസിഷൻ്റെ ഫലമായിട്ട് ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ. ഈ ഒരു സൗണ്ടിൻ്റെ ഈ ഒരു പ്രോസസ്സിനെയാണ് ബീറ്റ് എന്ന് പറയുക. ബീറ്റിൻ്റെ ഫിഗർ ഓർത്ത് വെക്കണം കേട്ടോ. ബീറ്റിൻ്റെ ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ നോക്കി വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റൈൻഡ് എക്സ്പ്രഷൻ ഫോർ effective resistance of a series combination and parallel combination of 2 resistors. 2 റെസിസ്റ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷനിൽ പാരലൽ കോമ്പിനേഷനുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സീരീസിൻ്റെ നോക്കാം കേട്ടോ. ഇങ്ങനെയല്ലേ നമ്മൾ സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ 3 റെസിസ്റ്റേഴ്സ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ 2 കാര്യം ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. 3 വരുമ്പോഴുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. സീരീസ് കോമ്പിനേഷനിൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ആദ്യം നമ്മൾ എഴുതേണ്ട പോയിൻ്റ് എന്താ? സീരീസ് കോമ്പിനേഷനായിട്ട് നമ്മൾ റെസിസ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആയിരിക്കും എന്ത് ചെയ്യണത്? ചേഞ്ച് ചെയ്യണത്. വി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഇല്ലേ? വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇവിടെ ഞാൻ 3 റെസിസ്റ്റേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ കിട്ടും? വി ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് കിട്ടും. V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എടുക്കാം. നമുക്കറിയാം വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലേ. അപ്പോൾ ഈ വിൻ്റെ സ്ഥാനം, അതാണ് ഇപ്പോൾ ഞാനിവിടെ എഴുതിയിട്ട്. ആദ്യം എഴുതിയത് എന്താ? കറണ്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് എഴുതി. പിന്നെ വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണെന്ന് എഴുതി. ഇനി നമുക്കറിയാം കറണ്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വി ആണ് മാറുക. അപ്പോൾ വി ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് എഴുതി. കറണ്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ വിക്കാണ് ഇക്വേഷൻ എഴുതിയത്. ഇനി ആദ്യത്തെ വിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ എഴുതിയത്? വി ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. ഈ വിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? IR എന്ന് കൊടുക്കുക. ഈക്വൽ ടു V1 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R1 പ്ലസ് I ഇൻറ്റു R2 പ്ലസ് I ഇൻറ്റു R3 എന്ന് വരും. I ഇൻറ്റു R3. ഇനി ഇവിടെ ഐ എല്ലാറ്റിലും കോമൺ അല്ലേ. അപ്പോൾ ഐനെ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? IR ഈക്വൽ ടു ഐനെ പുറത്തേക്ക് എടുക്കുക. ബാക്കി ബ്രാക്കറ്റിൽ എന്താ ഉണ്ടാവുക? R1 പ്ലസ് R2 പ്ലസ് R3. R1 പ്ലസ് R2 പ്ലസ് R3. ഐ കോമൺ അല്ലേ, പോയില്ലേ. ബാക്കി എന്താ ഉള്ളത്? R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. R1 പ്ലസ് R2 പ്ലസ് R3. സീരീസ് കോമ്പിനേഷനിൽ അറേഞ്ച് ചെയ്യുന്ന റെസിസ്റ്റേഴ്സിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇനി എക്സ്ട്രാ ഉണ്ടെങ്കിലോ R4 R5 അങ്ങനെ പോകും കേട്ടോ. ഇപ്പോൾ 2 ഉള്ളെങ്കിൽ R1 പ്ലസ് R2 നിർത്തുക. നമ്മൾ എന്താ ആദ്യം എഴുതേണ്ടത്? കറണ്ട് കോൺസ്റ്റൻ്റ് ആണെന്ന് എഴുതുക. പിന്നെ വി ഈക്വൽ ടു IR എന്നുള്ള ഇക്വേഷൻ. എന്നിട്ട് വി ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. എന്നിട്ട് വിയുടെ സ്ഥാനത്ത് IR കൊടുക്കുക. അടുത്തത് IR1 പ്ലസ് IR2 പ്ലസ് IR3 എന്ന് വരും. എന്നിട്ട് ഐ കോമൺ ആക്കി പുറത്തെടുത്തതിന് ശേഷം R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് എഴുതാം. ഇനി പാരലൽ കോമ്പിനേഷൻ ഇങ്ങനെയാണ് നമ്മൾ പാരലലായിട്ട് അറേഞ്ച് ചെയ്യുക അല്ലേ. ഇതിൽ ആദ്യത്തെ റെസിസ്റ്റേഴ്സ് നമുക്ക് R1 R2 R3 അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ നേരത്തെ നോക്കിയേ കറണ്ട് അല്ലായിരുന്നോ കോൺസ്റ്റൻറ്റ് സീരീസിൽ. പാരലലാകുമ്പോൾ വി ആണ് കോൺസ്റ്റൻറ്റ്. നേരത്തെ ഐ കോൺസ്റ്റൻ്റ് ആയപ്പോൾ നമ്മൾ വിക്ക് ഇക്വേഷൻ എഴുതി അല്ലേ. അപ്പോൾ ഇവിടെ വി കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമ്മൾ എന്തിന് ഇക്വേഷൻ എഴുതണം? ഐക്ക് ഇക്വേഷൻ എഴുതണം. നമുക്കറിയാം ഐ ഈക്വൽ ടു എന്താ ഇക്വേഷൻ? ഐ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ ആണ്. ഇവിടെ ഐ ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് എഴുതുകയാണെങ്കിൽ I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് എഴുതുക. എന്നിട്ട് ഈ ഐൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? ഐൻ്റെ സ്ഥാനത്ത് നമ്മൾ V ബൈ ആർ കൊടുക്കുക. അപ്പോൾ അടുത്ത I1 എന്താ വരിക? V ബൈ R1 പ്ലസ് V ബൈ R2 പ്ലസ് V ബൈ R3 എന്ന് വരും. ഇനി നമ്മൾ V ബൈ ആർ ഈക്വൽ ടു
ഈ V/R1 V കോമൺ അല്ലേ, അപ്പോൾ വീനെ പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? ബാക്കി എന്താ ഉള്ളത്? 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇനി നമ്മളിവിടുന്ന് V എല്ലാം ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എന്താ വരിക? ബാക്കി റെസിസ്റ്റൻസ് എന്താ വരിക? 1/R = 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് വരും. ഇത് പാരലൽ കോമ്പിനേഷനിലെ റെസിസ്റ്റേഴ്സിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഇനി 2 റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട. നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താ അത്? R = R1 R2/R1 പ്ലസ് R2 രണ്ടെണ്ണമാണ് വന്നതെങ്കിൽ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈ ഒരു ഭാഗം ഒന്നും കൂടെ നോക്കാം. സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനിൽ സീരീസിൽ I കോൺസ്റ്റൻ്റ് ആണ്, പാരലലിൽ V കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ I കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ Vക്ക് ഇക്വേഷൻ എഴുതി, ഇവിടെ V കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ Iക്ക് ഇക്വേഷൻ എഴുതി. എന്നിട്ട് രണ്ടിൻ്റെ ഇക്വേഷനിൽ കോമൺ ആയിട്ട് ഇവിടെ നമ്മൾ I കോമൺ ആക്കി പുറത്തെടുത്തു, ഇവിടെ നമ്മൾ V കോമൺ ആക്കി പുറത്തെടുത്തു. സീരീസ് ആണെങ്കിൽ R = R1 പ്ലസ് R2 പ്ലസ് R3. പാരലൽ ആണെങ്കിൽ 1/R = 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ട്, മൂന്നാമത്തെ മൊഡ്യൂളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് ഒരു ഗാൽവനോമീറ്റർ കേട്ടോ. ആ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 50 ഓം. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് തരിക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ തന്നിട്ടുള്ളത്? ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് തരിക എന്ന് പറഞ്ഞാൽ നമുക്കവിടെ തന്നിട്ടുള്ളത് G ആണ് അല്ലേ. G തന്നിട്ടുണ്ട് എത്ര? 50 ഓം തന്നിട്ടുണ്ട്. G തന്നു, 50 ഓം തന്നു. ഇനി gives full scale deflection for 5 mA ആണ്. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിലെ കറണ്ട് IG = 5 mA എന്നല്ലേ പറഞ്ഞേ. mA നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ആംബിയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് mA ആംബിയറിലേക്ക് മാറ്റുക? ഈ 5നെ നമ്മൾ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 10⁻³ കൊണ്ട് ഗുണിച്ചാൽ മതി കേട്ടോ. 5നെ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കുക? 10⁻³ കൊണ്ട് ഗുണിക്കുക. അങ്ങനെ 5നെ 10⁻³ കൊണ്ട് ഗുണിച്ചതാണ് ഇവിടെ. അതെന്തിനാണ് നമ്മൾ ചെയ്തത്? mA ആംബിയറിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. G നമുക്ക് തന്നിട്ടുണ്ട് 50 ഓം എന്നും തന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്താ തന്നിട്ടുള്ളത് നോക്കാം. അമ്മീറ്റർ റേഞ്ച് തന്നിട്ടുണ്ട് 0 to 5 ആംബിയർ. അപ്പോൾ I തന്നിട്ടുണ്ട് 0 മുതൽ 5 ആംബിയർ വരെയാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? 5 ആംബിയർ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വരുന്നത്, നമുക്ക് എന്താ വേണ്ടത്? ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിലേക്ക് മാറ്റുകയാണ് വേണ്ടത് അല്ലേ. ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിലേക്കാണ് മാറ്റേണ്ടത്. ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ S = IgG/I-IG ആണല്ലേ ഇക്വേഷൻ. IgG/I-IG. IG തന്നിട്ടുണ്ട് എത്രയാണ് ക്വസ്റ്റ്യനിൽ? IG തന്നത് 5 mA ആയിരുന്നു. അതിനെ നമ്മൾ ആംബിയറിലേക്ക് മാറ്റാൻ വേണ്ടി 10⁻³ കൊണ്ട് ഇൻറ്റു ചെയ്തു. G നമുക്ക് തന്നിട്ടുണ്ട് 50 ഓം ആണ് തന്നിട്ടുണ്ട്. I 5 ആംബിയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ലേ ഇവിടെ വരുന്നുള്ളൂ. IGയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? 5 × 10⁻³ എന്ന് കൊടുത്തു. Gയുടെ സ്ഥാനത്ത് നമ്മൾ 50 കൊടുത്തു. Iൻ്റെ സ്ഥാനത്ത് 5ഉം IGയുടെ സ്ഥാനത്ത് എഗെയിൻ 5 × 10⁻³ കൊടുത്തു. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 0.05 ഓം എന്ന് കിട്ടും കേട്ടോ. 0.05 ഓം എന്ന് കിട്ടും. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹൗ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് എന്നാണ്. എങ്ങനെയാണ് ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററാക്കി മാറ്റുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ റെസിസ്റ്റൻസാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് യൂണിറ്റ് നമ്മൾ ഓം കൊടുത്തത്. ഇത് വെറുതെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. ഈ ഗാൽവനോമീറ്റർ എങ്ങനെ അമ്മീറ്റർ ആക്കാമെന്നും കൂടെ നമ്മൾ പറയണം. ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് നമ്മൾ അമ്മീറ്റർ ആക്കുക? കണക്റ്റഡ് പാരലൽ ടു ദ ഗാൽവനോമീറ്റർ. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ റെസിസ്റ്റൻസ് നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്യണം? ഗാൽവനോമീറ്ററായിട്ട് കണക്ട് ചെയ്യണം. അത് തന്നെ അത് പാരലാക്കി കണക്ട് ചെയ്താൽ മാത്രമേ അത് അമ്മീറ്റർ ആവുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ 3 എഴുതിയതിന് ശേഷം നമ്മൾ അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി വോൾട്ട് മീറ്ററിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ ഇക്വേഷൻ എന്താ? വോൾട്ട് മീറ്ററിലേക്ക് മാറ്റാനുള്ള ഇക്വേഷൻ R = V/IG - G ആണ് കേട്ടോ. ഓർത്ത് വയ്ക്കണേ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ഓർത്ത് വയ്ക്കുക. അമ്മീറ്റർ ആക്കാനാണെങ്കിലാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തത് ഈ ഇക്വേഷൻ വരുന്നത്. വോൾട്ട് മീറ്റർ ആക്കാനാണെങ്കിൽ R = V/IG - G ആണ് കേട്ടോ. അവിടെ നമ്മൾ റെസിസ്റ്റർ വെക്കേണ്ടത് സീരീസ് ആയിട്ടാണ്. അമ്മീറ്റർ ആക്കാനായതുകൊണ്ടാണ് നമ്മൾ പാരലാക്കി കണക്ട് ചെയ്യണത്. വോൾട്ട് മീറ്റർ ആക്കാനാണെങ്കിൽ നമ്മൾ സീരീസ് ആക്കിയിട്ട് വേണം കണക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 1 എന്നും 3 എന്നും 2024 ഡിപ്ലോമ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്.
ഇതിൽ തന്നെ കൂളോംസ് ലോ, ഓംസ് ലോ, ഫാരഡേസ് ലോ നിയമങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വായിക്കുക. പ്രോബ്ലം സെഷനിൽ നമ്മളോട് ഗാൽവനോമീറ്ററിനെ എങ്ങനെ ഒരു അമ്മീറ്ററാക്കി കൺവേർട്ട് ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷൻ IgG/I - Ig ആണ്. ഇനി നമ്മളോട് വോൾട്ട് മീറ്ററിലേക്ക് മാറ്റാനാണ് പറയണതെങ്കിൽ, വോൾട്ട് മീറ്റർ ആക്കി മാറ്റാനാണ് പറയണമെങ്കിൽ R = V/Ig - G ആണ്. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളത് ഓർത്ത് വയ്ക്കുക. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ സീരീസ് ആണെങ്കിൽ R = R1 + R2 + R3 ആണ് പ്രോബ്ലം വരികയാണെങ്കിൽ. ഇനി പാരലൽ ആണെങ്കിലോ 1/R = 1/R1 + 1/R2 + 1/R3 ആണ്. അതിൽ തന്നെ 2 റെസിസ്റ്റേഴ്സ് തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് R = R1 R2 / R1 + R2 യൂസ് ചെയ്യാവുന്നതാണ്. R1 + R2 ഈ ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ബാക്കി ട്രാൻസ്വേഴ്സ് വേവ് എന്താ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താ എന്നൊക്കെ നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവരും കേട്ടോ.